കൂട്ടുകാരി, എന്ത് പറയണു എല്ലാവരും? ക്രിസ്മസ് ഒക്കെ എവിടം വരെ ആയി? സീരിയൽ ബൾബും സ്റ്റാറും അതുപോലെ തന്നെ ട്രീ ഒക്കെ ഒരുക്കി കഴിഞ്ഞോ? ഞാൻ സീരിയൽ ബൾബൊക്കെ ഇട്ടു, സ്റ്റാർ ഇട്ടു. അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എല്ലാം ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളൊരു സിമ്പിൾ കാർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഞാൻ പറയട്ടെ, നമ്മൾ ആദ്യമായിട്ട് ഗിവ് അവേ ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് പേര് നമ്മൾ റിക്വസ്റ്റ് ചോദിച്ചതാണ്. അപ്പോൾ ക്രിസ്മസ് ഗിവ് അവേ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ടാവും, പോയി നോക്കുക. അപ്പോൾ നമുക്ക് കാർഡ് ചെയ്യാം. ഈ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കാർഡ് നമ്മൾ കളർ പേപ്പർ കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കില്ല, ആ കട്ടിയല്ല കേട്ടോ, കുറച്ചും കൂടെ കട്ടിയുണ്ട്. അതുപോലെ തന്നെ ചാർട്ട് പേപ്പർ ആണോ എന്ന് ചോദിച്ചാൽ ചാർട്ട് പേപ്പറും അല്ല. ഇത് കിട്ടുന്നത് ബുക്ക് സ്റ്റോളിൽ കിട്ടും, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഷോപ്പിലും കിട്ടും. ഈ 3 സ്ഥലത്ത് എന്തായാലും കിട്ടും. അത്യാവശ്യം പെയിൻറ്റും ബുക്കും ഒക്കെ വയ്ക്കുന്ന ബുക്സൊക്കെ കിട്ടുന്ന അതേ ഷോപ്പിൽ ഇത് കിട്ടും. ഇതൊരു ബണ്ടിലായിട്ടാണ് കിട്ടുന്നത്. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഒരു കളർ തന്നെ 3-4 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാർഡ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ നേരെ തിരിച്ചു മടക്കി, ആ പുറത്തെ ഭാഗം ഒരു മടക്ക് മടക്കി, എന്നിട്ട് അത് തന്നെ തിരിച്ച് മടക്കി, എന്നിട്ട് നമ്മൾ റൗണ്ട് ചെയ്യാണ്. ഒരു സർക്കിൾ വേണം, അകവും പുറവും ഒരുമിച്ച് കിട്ടുന്ന സർക്കിൾ. ഇതുപോലെ നമ്മൾ ഇതൊരു പെയിൻറ്റ് പാട്ടയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് സർക്കിൾ വരയ്ക്കാൻ. ഇത് ശരിക്കും കോമ്പസ് ആണ് നല്ലത്. കോമ്പസ് എൻ്റെ കാണാനില്ല, അതാണ് സത്യം. കാരണം ഇങ്ങനത്തെ കോമ്പസ്, കത്രിക, ഇങ്ങനത്തെ ബ്ലേഡൊക്കെ ഞാൻ ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ട് മാറ്റി വെക്കുന്നതാണ്. പക്ഷേ ക്രാഫ്റ്റ് ചെയ്യാൻ നേരത്തെ ഈ സാധനങ്ങളൊന്നും കാണില്ല. സിയു എടുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിയു ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം. ശരിക്കും ചെന്ന് നോക്കുമ്പോൾ അത് കിട്ടും എവിടെയെങ്കിലും. ഇനിയിപ്പോൾ നമ്മൾ ആ സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ പുറത്തോട്ട് മടക്കിയ ഭാഗമുണ്ട്, അതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അകത്ത് കട്ട് ചെയ്യരുത്, പുറത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ്. എന്നാൽ നല്ലൊരു കാർഡ് ഉണ്ടാക്കിയത്, വളരെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു ചെറിയ സിമ്പിൾ കാർഡ്. അപ്പം നമ്മൾ സർക്കിൾ കട്ട് ചെയ്തിട്ട് അത് മാറ്റുക. എന്നിട്ട് നമ്മൾ അകത്തെ ഭാഗം കുറച്ച് സർക്കിൾ കുറച്ച് ഭാഗം വന്നില്ലേ, ആ ഭാഗത്ത് നമുക്ക് സർക്കിൾ വേണം. അതിനായിട്ട് നമുക്ക് കളർ പേപ്പർ എടുക്കാം. ആ കളർ പേപ്പർ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് കളർ പേപ്പർ എടുക്കാം. ഇല്ലെങ്കിൽ ഫ്ലവർ മേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലെങ്കിൽ സാധാരണ A4 ഷീറ്റ് വൈറ്റ് ഇല്ലേ, അതായാലും എടുക്കാം. ഇപ്പം ഞാൻ കളർ കോമ്പിനേഷൻ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് എടുക്കാം, ബ്ലാക്ക്, റെഡ്, ഗ്രീൻ, ഏത് കളറും വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ റെഡ് എടുത്തപ്പോൾ അകത്ത് ബ്ലാക്ക് എനിക്ക് തോന്നുന്നു നന്നായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഇതിന് പകരം അകത്ത് വൈറ്റ് വേണമെങ്കിൽ സാധാരണ A4 സൈസ് ഷീറ്റില്ലേ, അതെടുത്താലും മതിയാവും. അപ്പോൾ ഇനി അതിനകത്ത് നമുക്കൊരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളെ കാർഡിലെ സർക്കിളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അകഭാഗം, ആ ഭാഗത്തായിട്ട് നമുക്ക് ഈ സർക്കിൾ ഒട്ടിച്ചു കൊടുക്കണം. അതിന് ഫെവിക്കോളും മതി. ഈ കാർഡ്സൊക്കെ ഒട്ടിക്കാൻ കൂടുതലായിട്ട് ഫെവിക്കോൾ തന്നെ മതി. കാരണം പേപ്പേഴ്സ് ആണല്ലോ, പേപ്പേഴ്സ് ഒട്ടിക്കാൻ എപ്പോഴും ഫെവിക്കോളാണ് നല്ലത്. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ഈ അകത്തെ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഫ്രണ്ടിലത്തെ ഭാഗം ഉണ്ടല്ലോ, ഇത് ആ മടക്കുണ്ടോ, ആ മടക്ക് കളയരുത്, അങ്ങനെ തന്നെ അത് മടങ്ങിയിരിക്കണം. അതാണ് ഈ കാർഡിൻ്റെ ഭംഗി. നമ്മൾ തുറന്ന് വെക്കരുത്, എപ്പോഴും ആ മടക്ക് ഭാഗം തന്നെ വേണം. എന്നിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് അല്ലെങ്കിൽ സാധാരണ ഗ്രീൻ കളറിലെ ഫോം ഷീറ്റോ അല്ലെങ്കിൽ കളർ പേപ്പറോ, ഗ്രീൻ തന്നെ എടുക്കണം. കാരണം നമ്മൾ ട്രീ ആണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഗ്രീൻ കളർ പേപ്പർ ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ആ സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ട്രീ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ എത്ര അളവിനാണോ സർക്കിൾ എടുത്ത് അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ട്രീ കട്ട് ചെയ്തെടുക്കണം. അത് ഫോം ഷീറ്റിലാവാം, ഇല്ലെങ്കിൽ കളർ പേപ്പർ ആവാം. കളർ പേപ്പർ ഇല്ലാത്തവരും ഫോം ഷീറ്റ് ഇല്ലാത്തവരൊക്കെ സാധാരണ A4 ഷീറ്റിൽ കളർ ചെയ്തതിന് ശേഷം ട്രീ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യാം. ചെറിയ ട്രീ വേണം കേട്ടോ, അതും 2 എണ്ണം വെച്ചിട്ട് വേണം. ട്രീ കട്ട് ചെയ്തെടുത്തു. ഇത് കണ്ടോ, ഈ സർക്കിളിൻ്റെ ഉള്ളിൽ വരണം. ഇത് 2 എണ്ണം വേണം. 2 എണ്ണം എന്ന് വെച്ചാൽ നമ്മൾ ഒരെണ്ണത്തിൻ്റെ ബാക്ക് സൈഡും നമ്മൾ ട്രീ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരേ അളവായിരിക്കണം കേട്ടോ രണ്ടും. അപ്പോൾ അടുത്തത് ഫോം ഷീറ്റിൽ തന്നെ ഞാൻ സ്റ്റാർ റെഡിയാക്കി എടുക്കുകയാണ്. എൻ്റെ കയ്യിൽ സ്റ്റിക്കിങ് ടൈപ്പ് സ്റ്റാർ ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി. ആ ടൈപ്പ് സ്റ്റാർ ഉണ്ടെങ്കിൽ, പേപ്പറിലൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ടൈപ്പില്ലേ, അതുണ്ടെങ്കിൽ അത് മതിയാവും കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ 2 എണ്ണം വേണം. കണ്ടോ, ഇതുപോലെ ട്രീയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതേ സെയിം ട്രീയും സ്റ്റാറും ആ അളവിന് തന്നെ വേണം. അപ്പോൾ 2 സ്റ്റാറും 2 ട്രീയും കട്ട് ചെയ്തെടുത്തു. ഇനി വേണ്ടത് നൂലാണ്. ഇതിപ്പം ഞാൻ വൂളൻ നൂലാണ് എടുക്കുന്നത്. നിങ്ങൾ സാധാരണ സ്റ്റിച്ചിങ് നൂലുണ്ടല്ലോ, അതെടുത്താൽ മതിയാവും. അതും ചുമപ്പ് തന്നെ എടുക്കണം, കാരണം നമ്മൾ ചുമന്ന കാർഡല്ലേ, അപ്പോൾ ചുമപ്പ് തന്നെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ടിലത്തെ പോർഷനിൽ നമ്മളിതൊന്ന് വലിച്ച് ഒട്ടിച്ചു കൊടുക്കണം.
ഒട്ടിച്ചു കൊടുക്കുന്നത് വെച്ചാൽ സെല്ലോ ടേപ്പ് ഇല്ലേ, സാധാരണ സെല്ലോ ടേപ്പ് വെച്ചിട്ട് താഴെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ദേ കണ്ടോ, ട്രീ ആ സർക്കിളിൻ്റെ ഉള്ളിലാണ് വന്നിരിക്കണം. താഴത്തെ മുകളിലും ട്രീയുടെ ഭാഗം മുട്ടരുത്, മുട്ടിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് സ്റ്റക്കായി നിൽക്കും. അപ്പോൾ മുട്ടാത്ത രീതിയിൽ വേണം, ട്രീ ചെറുത് വേണം, ആ സർക്കിളിൻ്റെ ഉള്ളിൽ നിൽക്കണം. അപ്പോൾ ഇതേ നമ്മൾ ആ ടോയിന് നമുക്ക് നൂലോ ഏത് ഊളൻ നൂലോ അല്ലെങ്കിൽ തയ്ക്കുന്ന നൂലോ ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് രണ്ട് ഭാഗത്തായി സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ആ സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ട്രീ എടുക്കുക. എന്നിട്ട് ഫെവിക്കോള് ചെയ്ത് രണ്ടും ഒരുപോലെ ആ നൂലിൻ്റെ ഉള്ളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ആ സ്റ്റാറും കൂടെ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും, ഇല്ലെങ്കിൽ ഒട്ടിച്ചതിന് ശേഷം സ്റ്റാർ ഒട്ടിച്ചാലും മതിയാവും. അപ്പോൾ ദേ ഇതുപോലെ എന്നിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ സ്റ്റിക്കർ ടൈപ്പ് ഫോം ഷീറ്റ് അല്ല, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടും. ഇതിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. കണ്ടോ, ആ നൂലിൻ്റെ ഉള്ളിലോട്ട് വെച്ചു, ആ സെൻറ്ററായിട്ട് വെക്കുക. എന്നിട്ട് അടുത്ത് തന്നെ മീതെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കളർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ കളർ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ ട്രീ, അതുപോലെ സ്റ്റാർ ഒക്കെ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ദേ കണ്ടോ, അപ്പോൾ ആ നൂലിൻ്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ മടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരികെ മറിയുകയും ചെയ്യും ആ ട്രീ. അതിന് വേണ്ടിയാട്ടോ ചെയ്യണത്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ റൗണ്ട് സർക്കിളിൻ്റെ മുകളും താഴെയും ട്രീയും സ്റ്റാറും തട്ടാൻ പാടില്ല. തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് കുറച്ച് സ്റ്റിക്കിങ് ടൈപ്പ് പേൾസോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക അകത്ത് പുറത്തുമായിട്ട്. അതുപോലെ തന്നെ പേന കൊണ്ട് ഏതെങ്കിലും മാർക്കർ കൊണ്ടോ അല്ലെങ്കിൽ സ്കെച്ച് പെൻ കൊണ്ടോ നമുക്ക് മെരി ക്രിസ്മസ് എന്ന് എഴുതി കൊടുക്കാം. അതുപോലെ സ്റ്റാർസ് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എഴുതുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കുന്നതെന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പേന ഗ്ലിറ്റർ പെന്നാണ്, 10 രൂപയേ ഉള്ളൂ. ഒരുപാട് കളേഴ്സിലുണ്ടാവും കേട്ടോ. ഇത് ഗോൾഡൻ ആണ്. ഗോൾഡൻ വെച്ച് എഴുതുമ്പോൾ എനിക്കത്ര പോരാ, അപ്പോൾ അത്ര ഭംഗി തോന്നാന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഞാൻ സ്കെച്ച് പെന്നും കൊണ്ട് എഴുതിയത്. മാർക്കർ ഉണ്ടെങ്കിൽ മാർക്കർ വെച്ച് എഴുതുക കേട്ടോ, അപ്പോൾ നന്നായിരിക്കും. റെഡ് കളറോ അല്ലെങ്കിൽ ബ്ലാക്കിനോട് താല്പര്യമില്ല, എന്നാൽ വേറെ കുറേ കളേഴ്സ് ഉണ്ടല്ലോ, ബ്ലൂ അല്ല, ഒരു സിൽവർ ടൈപ്പ് കളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് എഴുതി കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും സ്റ്റാർ, പിന്നെ ആ ഒരു കാർഡിൻ്റെ എല്ലാ ഭാഗത്തായിട്ടും ഇത് വെച്ച് പെൻ വെച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ സിമ്പിൾ കാർഡ്? എല്ലാവർക്കും ചെയ്ത് നോക്കാം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഗിവ് അവേ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പോയി നോക്കുക, എല്ലാ ഡീറ്റെയിൽസും അതിലൂടെ അറിയാം. എല്ലാവരും ചെയ്തു നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാർഡാണ്. എല്ലാവരും ചെയ്തു നോക്കി എനിക്ക് അയച്ചു തരിക ഫോട്ടോസൊക്കെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.